ഹിന്ദു ഐക്യം വേണമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജാതി പറഞ്ഞ് പോരടിച്ചാൽ ഹൈന്ദവ സമൂഹം ഇനിയും അധോഗതിയിലേക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളി വീണ്ടും ഹിന്ദു ഐക്യത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഐക്യത്തിൽ നിന്ന് NSS പിന്മാറിയിട്ടും SNDP പ്രതീക്ഷയുമായി മുന്നോട്ടു പോവുകയാണെന്നും വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. മത ന്യൂനപക്ഷ പാർട്ടികളുടെ സ്വാധീനം മൂലം കേരളത്തിലെ ഭൂരിപക്ഷ ജനവിഭാഗം അവഗണിക്കപ്പെടുകയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സമാന ചിന്താഗതിക്കാർ ഒന്നിക്കണമെന്നും ഐക്യശ്രമങ്ങൾ വൈകാതെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും വെള്ളാപ്പള്ളി നടേശൻ ലേഖനത്തിൽ പറയുന്നു. അത്തരം ദുരവസ്ഥ സൃഷ്ടിക്കപ്പെടാതിരിക്കാനാണ് ഐക്യശ്രമങ്ങൾ. വൈകാതെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ. മനുഷ്യന്റെ വേദനയും സന്തോഷവും ഒന്നാണെന്ന തിരിച്ചറിവ് പലർക്കുമില്ല. അത് കേരളത്തിന്റെ ദുര്യോഗമാണ്. ഏറെക്കാലമായി ഭൂരിപക്ഷ ജനവിഭാഗം ഒറ്റപ്പെട്ട നിലയിലാണ്. ഒരുപാട് ആക്രമിക്കപ്പെട്ടവനാണ് ഞാൻ. എന്നെ ആക്രമിച്ചത് സമുദായത്തിലെ കുലംകുത്തികളാണ്. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പലർക്കും അനഭിമതനായി. എന്നെപ്പോലെ കേരള സമൂഹത്തിൽ വ്യക്തിഹത്യ ചെയ്യപ്പെട്ട, അവഹേളിക്കപ്പെട്ട ഒരാളുണ്ടോ എന്നത് സംശയമാണ്. ന്യൂനപക്ഷങ്ങളുടെ സംഘടിത ശേഷിക്ക് മുൻപിൽ ഭൂരിപക്ഷം ഞെരുക്കം അനുഭവിക്കുകയാണ്. ഇത് വിളിച്ചു പറഞ്ഞതിന് എന്നെ വർഗീയവാദിയാക്കാനും ഭ്രഷ്ടനാക്കാനും ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടായി. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതിന്റെ പേരിലുള്ള ആക്ഷേപങ്ങൾ ഇവയുടെ ഭാഗമാണ്. മത ന്യൂനപക്ഷ പാർട്ടികളുടെ സ്വാധീനത്തിൽ ഭരണതലങ്ങളിൽ അവഗണിക്കപ്പെട്ടു. അതിനാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, വെള്ളാപ്പള്ളി നടേശൻ ലേഖനത്തിൽ കുറിച്ചു. NSS SNDP യോഗം ഐക്യമുണ്ടാകുമെന്ന് വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ സുകുമാരൻ നായർ ഒടുവിൽ പിന്മാറുകയായിരുന്നു.